ബിഗ് ബോസ് വിന്നർ അനുമോൾ അനുക്കുട്ടി. അനുമോളുടെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുമായിട്ടുള്ള ഇൻ്റർവ്യൂ. കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുവാണ്, ബിഗ് ബോസിൽ നിന്ന് അനുമോൾ ഇറങ്ങിയപ്പോൾ മുതൽ വിചാരിക്കുവാണ്, ബിഗ് ബോസിലായിരുന്നപ്പോൾ ലാസ്റ്റ് വരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ലക്ഷ്മി നക്ഷത്രം എന്തോ അനുമോളുമായിട്ട് അത്ര ഇതല്ല എന്നുള്ള ഒരിത് എല്ലാവർക്കും തോന്നിയൊരു കാര്യമാണ്. അങ്ങനെ തോന്നിയായിരുന്നു. പക്ഷേ അവർ തങ്ങളിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അവർ നല്ല സൗഹൃദത്തിലായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് അനുമോൾ വിളിക്കുമായിരുന്നു. നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് അനുമോളെ, ഞാനും എൻ്റെ മക്കളും. എൻ്റെ മോന് അങ്ങനെ ബിഗ് ബോസ് കാണാത്തതായിരുന്നു. പക്ഷേ അനുമോൾ ഉള്ളത് കൊണ്ടാണ് മോൻ ബിഗ് ബോസ് കണ്ടത്. അതുപോലെ തന്നെ നമുക്ക് എനിക്കും മക്കൾക്കും ആയിരുന്നാലും ആഗ്രഹം ഉണ്ടായിരുന്നു അനുമോൾ വിന്നറാവണമെന്ന്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അനുമോൾ വിന്നറായി വന്നത്. അത് ജനങ്ങൾ അനുമോളെ വിന്നറാക്കുകയും ചെയ്തു. ഒരുപാട് പ്രേക്ഷകരാണ് അനുമോൾക്ക് സപ്പോർട്ടായിട്ട് നിന്നത്. അനുമോൾ ഉള്ളത് കൊണ്ട് നമ്മൾ ലൈവ് ഫുള്ളും ഇരുന്ന് കാണുമായിരുന്നു. അതുപോലെ അനുമോൾ കരയുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. ഓരോരുത്തരും അനുമോളെ വിഷമിപ്പിക്കുമ്പോൾ അതിനകത്ത് അതുപോലെ ഞങ്ങൾ ഇരുന്ന് കരയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനുമോൾ വിന്നറായിട്ട് വരണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അനുമോൾ ബിഗ് ബോസ് സീസൺ 7 കണ്ടതോടുകൂടി പിന്നെ നമ്മൾ മനസ്സിലൊരു തീരുമാനം എടുത്തു, ഇനി ബിഗ് ബോസ് സീസൺ 8 ഇനി കാണൂലെന്ന്. അത്രയ്ക്ക് വിഷമമുണ്ടായി. ആ ഒരു പെൺകുട്ടി അതിനകത്തിട്ട് പെടുത്തി കൂട്ടുന്ന പാടുകൾ അത്രയ്ക്കാണ്. കൂട്ടത്തോടുള്ള ആക്രമണമായിരുന്നു. അനുമോൾ ആ ഇൻ്റർവ്യൂ കാണാം, ലക്ഷ്മി നക്ഷത്രയായിട്ടുള്ള ഇൻ്റർവ്യൂ. രണ്ടുപേരും കണ്ടതിൽ വളരെ സന്തോഷം. ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. പക്ഷെ ഞാൻ കൂടെ ആലോചിക്കും, എന്തോ ലക്ഷ്മി നക്ഷത്ര പിന്നെ അനുമോളുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാത്തത്, അവർ തങ്ങളിൽ വല്ല പിണക്കോണ എന്നൊക്കെ അതെല്ലാവരും വിചാരിച്ച കാര്യമാണ്. എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അവർക്ക് ഒരു പിണക്കവും ഇല്ല. അവർ അങ്ങനെ അനുമോളുടെ ഇൻ്റർവ്യൂ കാണാം. നമ്പർ ഒന്ന് തന്നെ, അത് ഞാൻ ഇവിടെ ഇറങ്ങുമ്പോൾ തരാം. അപ്പൊ കപ്പും കൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു, വെറുതെ ഇങ്ങനെയൊന്നും പറയില്ല, അങ്ങനെയൊന്നും കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്ക് വിഷമാവും എന്ന് പറഞ്ഞു. അമ്പഴാ ജോത്സ്യൻ ഈ പുള്ളിനി തമാശ പറയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ 2-3 ഇടത്തൊക്കെ ചോദിച്ചു. എന്റെ ഈ വെറുതെ എന്റെ മുഖം നോക്കി പറയുന്നല്ലോ, നമുക്കൊരു രാശിയുണ്ട്. നമ്മുടെ ജാതകം ജനിച്ച സമയം, നമ്മുടെ നാള്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ അത് അവർക്കറിയാം. എനിക്കതിൽ ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ ഇത്രയും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അതേപടി നടന്നിട്ടുള്ളതാണ്. അത് മോശമാണെങ്കിലും നല്ല കാര്യങ്ങളാണെങ്കിലും. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, പൊക്കോ നല്ല സമയമാണ്, ശുക്രനാണ്, നന്നായിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു പുള്ളിക്കാരൻ. പിന്നെ കുറച്ച് വിഷമിക്കേണ്ടി വരും, അതൊക്കെ ഹാൻഡിൽ ചെയ്ത് നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഞാൻ കടന്ന് ഹാൻഡിൽ ചെയ്യുന്ന എനിക്കറിയില്ല. ഇത്രയും സിറ്റുവേഷൻ ഞാൻ അനുഭവിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയത്. ജോത്സ്യം പറഞ്ഞതാണ്. ജോത്സ്യനെ പോയി കണ്ടപ്പോഴാണ് പറഞ്ഞ അനുമോള് കപ്പും കൊണ്ട് തിരിച്ചു വരുമെന്ന്. അതുപോലെ തന്നെ ജോത്സ്യം പറഞ്ഞ കണക്ക് എന്നെ അനുമോള് കപ്പും കൊണ്ട് വന്നു. ഒത്തിരി വിഷമിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒത്തിരിയെന്നല്ല, അതിലപ്പുറം അനുമോൾ അനുഭവിച്ചിട്ടാണ് കപ്പ് കൊണ്ടുവന്നത്. അതിന് ഓരോരുത്തർ പറയുമായിരുന്നു, അനുമോൾക്കല്ല കപ്പ് കിട്ടാനുള്ളത്, അനീഷിനായിരുന്നു. അനീഷ് എന്ത് തേങ്ങയാണ് അതിനകത്ത് ചെയ്തത്? സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം വെറുപ്പീരായിരുന്നു അനീഷ്. അനുമോളാണ് ഫുൾ അതിൽ കണ്ടന്റ് കൊടുത്ത. അനുമോള ചുറ്റിപ്പറ്റിയായിരുന്നു ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അനുമോൾ എങ്ങോട്ട് പോവോ അങ്ങോട്ട് ക്യാമറ, ഇങ്ങോട്ട് പോവോ ഇങ്ങോട്ട് ക്യാമറ, അങ്ങനെയായിരുന്നു. അനുമോളായിരുന്നു അവിടെ കണ്ടന്റ് കൊടുത്തത്. പക്ഷെ നല്ല കണ്ടന്റുകൾ കൊടുക്കണം എന്ന് അനുമോൾക്ക് ഉണ്ടായിരുന്നു. അതിനു വേണ്ടി തന്നെയാണ് അനുമോൾ അതിനകത്ത് കയറിയത്, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അനുമോൾ ഇത്തിരി തമാശ അങ്ങോട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കോ എല്ലാവർക്കും അതങ്ങ് സീരിയസ് ആയി. അതോടുകൂടി ബിഗ് ബോസ് തൊലച്ച്. പക്ഷേ അപ്പോഴൊക്കെ ലാസ്റ്റ് എപ്പിസോഡായി. പിന്നെ അമ്മയും അച്ഛനും നല്ല സപ്പോർട്ടായിരുന്നു, ആളും സപ്പോർട്ടായിരുന്നു. പേടിയുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ നിൽക്കും, കുക്ക് ചെയ്യാൻ അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് നീ എന്തെങ്കിലും പഠിച്ചിട്ട് പോ, ചപ്പാത്തി ഉണ്ടാക്കാൻ എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പുതിയൊരു അനുവായിട്ടാണ് ഇറങ്ങിയത്. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് എന്നെ പറ്റി ഇങ്ങനെയായിരിക്കും ഇമേജ്, അങ്ങനെയായിരിക്കും, അങ്ങനെ അനുവിന്റെ മനസ്സിൽ എന്തായിരുന്നു? നെഗറ്റീവ് ആയിരിക്കും. വിചാരിച്ചോ? ചേച്ചി ഒരു 25 പേരുണ്ടെങ്കിൽ 25 പേരിൽ 24 പേര് അവിടെ എല്ലാവരുമായിട്ട് ഞാൻ വഴക്കാം എന്ന് പറഞ്ഞാൽ ആരും ഒരു ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരുന്നാലും
ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. ഇപ്പം എനിക്ക് നല്ല സുഹൃത്തുക്കൾ ആദിലെ നൂറ് ഇപ്പോഴും അവർ തന്നെയാണ്. അപ്പൊ അവരായിട്ട് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി കണ്ടാൽ ശരി എന്ന് പറയും, തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുന്നവർ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്ന് വിചാരിച്ചിട്ട് എന്നെ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്ത് ഞാൻ നിൽക്കാൻ പാടില്ല, നിങ്ങൾ നിൽക്കാൻ പാടില്ല, നിങ്ങൾ തെറ്റാണെന്ന് എന്നെ ചൂണ്ടിക്കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അനുമോൾക്ക് തെറ്റി. അവിടെ അനുമോളെ അവരും ചതിക്കുകയായിരുന്നു. അവർ അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് അവിടെ കാണിച്ചുകൊണ്ട് അവർ മാറിയിരുന്നു കൊണ്ട് അനുമോളെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. അനുമോള് യഥാർത്ഥത്തിൽ ആ ലൈവൊന്നും കണ്ടു കാണൂല, വന്നിട്ട് ആരും കാണൂല. അത് കണ്ടതൊക്കെ നമ്മളാണ്. അവർ മാറിയിരുന്ന് കുറ്റം പറയും, വേറുള്ളവർ പറയണത് അവർ വിശ്വസിക്കും. അങ്ങനെ നമ്മളെല്ലാം കണ്ട രംഗങ്ങൾ. അതിലെ നൂറെ എല്ലാവരും കണക്ക് തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ നിന്നവരാണ്. അപ്പോൾ അവരായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ ഉള്ളിലൊരു വിഷമം വരും. കാരണം ഒറ്റയ്ക്കാണല്ലോ. ഇപ്പം നമുക്ക് കയ്യിൽ ഫോണുണ്ടെങ്കിൽ ഫോൺ എടുത്ത് അച്ഛനമ്മയെ വിളിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കാം, ഇറങ്ങി എങ്ങോട്ടെങ്കിലും ഓടാം, ഒളിച്ചെങ്കിലും ഇരിക്കാം. ഇത് ടോയ്ലറ്റിൽ പോയിരിക്കാൻ പറ്റത്തില്ല, ഡ്രസ്സിംഗ് റൂമിൽ പോയിരിക്കാൻ പറ്റത്തില്ല, ഒരു കോർണറിൽ പോയിരിക്കാൻ പറ്റത്തില്ല. എവിടെ പോയാലും അനുമോൾ പോയി അവിടെ ഇരിക്കേണ്ടത്. അങ്ങനെ ഒരു സൗണ്ട് വരും, അനുമോൾ അനുമോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്, അങ്ങനെ അനുമോൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്, അങ്ങനെ ഒരു വരും. ബിഗ് ബോസിനെ എപ്പോഴെങ്കിലും ശപിച്ചിട്ടുണ്ടോ? ഇല്ല എനിക്ക് വേറെ പണിയൊന്നുമില്ല, അങ്ങനെ പറഞ്ഞു ഉറപ്പൊന്നുമില്ലെന്ന്. വേറെ പണി ഇല്ലാത്തതുകൊണ്ടാണ് ട്രോഫി എന്നത്. അല്ല, ഞാനത് പറഞ്ഞു പോകുന്നതാണ്. നമുക്കിപ്പോ വിഷമം, നമുക്കിങ്ങനെ ഒന്നത്തെ കാര്യം, ഞാനിപ്പോ വിഷമം കൊണ്ട് എനിക്ക് കരയാനും പറ്റത്തില്ല. കരയുമ്പോ ഇങ്ങനെ ഇരിക്കുന്ന ക്യാമറ അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന എന്റെ അടുത്തോട്ട്, അപ്പൊ എനിക്ക് സൗണ്ട് കേൾക്കാം നേരെ കൂടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അവിടെ പില്ലൊക്കെ കാണൂലേ, ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കാറുണ്ട്. കാരണം ഞാൻ കരയുന്ന മുഖം കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഭയങ്കരമായിട്ട് വിഷമിക്കുവാനും ഞാൻ കരയുന്നത് വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ, അപ്പൊ അവർ കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പില്ലൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ മൂടി കിടക്കുന്നതൊക്കെ. അനുമോള് ബിഗ് ബോസിനകത്ത് കരയുമ്പോൾ വിഷമിക്കുന്നത് അത്രയും അനുമോളെ സ്നേഹിക്കുന്ന അമ്മമാരും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. വെളുക്കുവോളം അനുമോള് ഉറങ്ങിയിട്ടല്ലാതെ അനുമോൾ ഉറങ്ങിയാൽ മാത്രമേ നമ്മളൊക്കെ ഉറങ്ങുള്ളായിരുന്നു. അതുപോലെ തന്നെ അന്ന് എയർപോർട്ടിൽ, ട്രിവാൻഡ്രം എയർപോർട്ടിലാണ് അനുമോൾ വന്ന് ഇറങ്ങിയത്. അപ്പോൾ അനുമോളെ കാണാൻ പോയിരുന്നു. അനുമോളെ കാണാനായിട്ട് ഒരുപാട് ഫാമിലി വന്നിരുന്നു. അപ്പോഴാണ് ആ ഒരു പെൺകുട്ടി ഇന്നുകൊണ്ട് പറയണു, ഒരു വലിയ കവർ മുട്ടായി ആയിട്ടാണ് വന്നത്. ഉമ്മച്ചി പ്രത്യേകിച്ച് വാങ്ങിച്ചു, അനുവിന് കൊടുക്കാൻ പറഞ്ഞതാണ്, അനുവിന് ഭയങ്കര ജീവനാണ് എൻ്റെ ഉമ്മ. വെളുക്കുവോളം ലൈവ് കണ്ട്, ബിഗ് ബോസ് ലൈവ് കണ്ടുകൊണ്ടിരിക്കും. അനുമോൾ ഉറങ്ങിയിട്ട് മാത്രമേ ഉറങ്ങുള്ളൂ. എൻ്റെ ഉമ്മച്ചി ഇരുന്ന് കരഞ്ഞിരിക്കും. അനുമോൾ എപ്പോഴും കരയോ അപ്പോഴും കരയും. എല്ലാവരും അങ്ങനെയാണ്. അനുമോളെ ഉറക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും ഉറങ്ങുള്ളായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ ചേച്ചി, അത് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് കേൾക്കുന്നവരും കാണുന്നവരൊക്കെ വിചാരിക്കും ഇത് ഈ പെണ്ണ് എന്ത് പൊട്ടത്തര വിളിച്ച് പറഞ്ഞത്. എനിക്കെന്തോ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി, എനിക്ക് ബാക്കിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഒരു ഓറ ഉണ്ടായിരുന്നു. എനിക്ക് ഓറ അല്ലെങ്കിൽ ഉണ്ട്, അത് വേറെ കാര്യം. ഞാൻ അരയിലെ എലസായിട്ട് കെട്ടിയിട്ടുണ്ട്. ഒരു ഓറ ഉണ്ട്. കാരണം മുന്നേ നടക്കാൻ പോകുന്ന, അതായത് ഇനി നടക്കാൻ പോകുന്ന കാര്യം എനിക്ക് നേരത്തെ മനസ്സിലത് വരും. അങ്ങനെയാണ് ഈ കല്യാണം വന്നിട്ടുണ്ടോ? അതൊക്കെ ഉണ്ട്. അതും അതിന് മുന്നേയുള്ള കുറെ സംഭവം. അതിനകത്ത് ആ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന എല്ലാവർക്കും ഭയങ്കര അസൂയായിരുന്നു. ആ ബിന്നി വന്നിറങ്ങി. ബിന്നി അനുമോളും വന്നിറങ്ങിയ സമയത്ത് രണ്ടുപേരും ഒരുപോലെ വന്നിറങ്ങിയപ്പോൾ ബിന്നിയെ ഒരു മനുഷ്യൻ എയർപോർട്ടിൽ അവിടെ നിന്ന് മൈൻഡ് ചെയ്യുന്നില്ല. അനുമോളെ ഇങ്ങനെ വരവും കാത്തിരിക്കുമായിരുന്നു. അനുമോൾ ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുമോൾ വന്നിറങ്ങുമ്പോൾ അനുമോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ജനങ്ങൾ കൊണ്ടങ്ങ് പൊതിഞ്ഞ്. പിന്നെ പെട്ടെന്ന് തന്നെ അനുമോളെ ഇതുപോലെ വണ്ടിയിൽ കയറ്റി ഓരോരുത്തർ മാല ഇടണവരുണ്ട്, മുട്ടായി കൊടുക്കണവരുണ്ട്. ഭയങ്കര ഇതായിരുന്നു. ബിന്നിയെ മൈൻഡ് പോലും ചെയ്യണില്ല. ബിന്നി മിണ്ടാതെ ഇറങ്ങി അങ്ങ് പോവുകയാണ് ചെയ്തത്. എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതൊക്കെ എനിക്ക് അങ്ങനെ. ചേച്ചിക്ക് കുറേ കാര്യങ്ങൾ ചേച്ചിക്ക് നന്നായിട്ട് അറിയാം, അതിപ്പോൾ ഇവിടെ പറയണ്ട. അപ്പോൾ അത് ഓരോ ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും ഈ ബിഗ് ബോസിൽ നിന്ന് 100 days കഴിഞ്ഞ് അനു ഭയങ്കര സന്തോഷത്തില് ഈ ട്രോഫിയും കൊണ്ട് ചോദിക്കട്ടെ, ട്രോഫിയും കൊണ്ട് അനു പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആക്ച്വലി അനു ഉദ്ദേശിച്ച പോലെ ആയിരുന്നോ ഇറങ്ങിയതിന് ശേഷം? എന്തായിരുന്നു അനുവിന് ഏറ്റവും ഷോക്ക് ചെയ്ത കാര്യം? ആ ബിഗ് ബോസിൽ വിന്നർ എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ലെഫ്റ്റ് സൈഡിൽ നിന്നപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അപ്പോഴൊക്കെ എൻ്റെ മൈൻഡ് ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു. കാരണം ഇവിടം വരെ എത്തിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു.
കാണുന്നു. ഹാപ്പി ആയിട്ടല്ല ഇറങ്ങിയത്? അല്ലല്ല, ഒരിക്കലും അല്ല. വിന്നറായിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഒരിക്കലും കാരണം അപ്പോഴും ബ്ലാങ്ക് ആയിരുന്നു. കാരണം ഇതൊക്കെ എന്താ നടക്കുന്നതെന്നുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം പുറത്ത് ഇങ്ങനെയൊക്കെ നടന്നു എന്നുള്ള കാര്യം നമ്മൾ പിന്നല്ലേ അറിയുന്നത്. കാരണം അന്ന് ആ സമയത്ത് എൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ തന്നെ അത് ലാസ്റ്റ് കട്ടായപ്പോൾ അതിലെ നൂറേയും കൂടെ കൊണ്ടങ്ങ് ഇളവി. അനുമോൾ ആവശ്യമില്ലാത്ത ഒരേ വാക്കുകൾ പറഞ്ഞ് അത് മനസ്സുകൊണ്ട് പോലും അറിയാത്ത കാര്യമാണ് അന്ന് ആ ലാസ്റ്റ് ബിഗ് ബോസിൽ ലാസ്റ്റിൽ കൊണ്ടുവന്നിട്ടത്. എന്നിട്ട് അവിടെ വേദലക്ഷ്മി ഒരുപാട് സമാധാനിപ്പിച്ചു. അനുമോക്ക് ഇറങ്ങി വെളിയിൽ വരണം, എങ്ങനെയെങ്കിലും ഡോറൊന്ന് തുറന്ന് തന്നെങ്കിൽ ഇറങ്ങി അങ്ങ് പോകാമെന്നും പറഞ്ഞാണ് അനുമോളിരുന്നത്. നമുക്കൊക്കെ അപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു, അനുമോളിഞ്ഞ് വെളിയിൽ ഇറങ്ങി വരുമോ എന്തോ, എങ്ങനെയെങ്കിലും ഒരു 3-4 ദിവസം കൂടെ അവിടെ പിടിച്ച് നിൽക്കണേന്നാണ് പ്രാർത്ഥിച്ചത്. രണ്ടാമത് അതിനകത്ത് കുറേ എണ്ണം കയറിയില്ല, കുറേ മരവാഴകൾ അത്രയും കൂടെ കയറിയിട്ട് അതെല്ലാം കൂടെ അനുമോളെ മണ്ടയിൽ കയറിയത്. ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി അനുമോള് തന്നെ വിന്നറാവും, അനുമോക്ക് നല്ല സപ്പോർട്ടാണ് വെളിയിൽ എന്നുള്ളത് ഇവർക്ക് നല്ലതുപോലെ മനസ്സിലായി. അപ്പോഴേ അനുവിനെ കരയിപ്പിച്ച് അനുവിന് കപ്പ് കിട്ടരുത് എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു. പോരെങ്കിൽ ഒരു അനീഷ് കിടന്ന് കാണിച്ചതൊന്നും പറയണ്ട. അനീഷ് മനഃപൂർവ്വമാണ് കാണിച്ചത്. അനീഷിൻ്റെ ഇൻ്റർവ്യൂവിൽ, ലക്ഷ്മി നക്ഷത്രയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അനീഷ് പറയുന്നുണ്ട്, അനുമോൾ ആദ്യം കയറി വന്ന സമയത്ത്, ബിഗ് ബോസിൽ കയറി വന്ന സമയത്ത് അനീഷിനെ അറിഞ്ഞൂടാ എന്ന് പറയുന്നുണ്ട്. ലക്ഷ്മി നക്ഷത്ര ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് അറിഞ്ഞൂടാ എന്നുള്ളൊരു വാക്ക്. അതെന്തുകൊണ്ടാണ് അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പുട്ടി അടിച്ച് വന്ന് നിൽക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അറിഞ്ഞൂടാത്തതെന്ന് അനുവിന. ഈ പറയണ അനീഷ് പുട്ടി അടിച്ചാണ് നടക്കുന്നത്. അനീഷ് ആദ്യം കണ്ട അനീഷിനൊരു യൂട്യൂബ് ചാനലുണ്ട്, ആ യൂട്യൂബ് ചാനലിൽ കണ്ട അനീഷല്ല, മൊത്തത്തിൽ പുട്ടി അടിച്ചുകൊണ്ടാണ് നടക്കണത്. ആ അനീഷാണ് ഇരുന്നുകൊണ്ട് പറയണത് അനുമോള് പുട്ടി അടിച്ചാണ് നടക്കണേന്ന്. പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ അനീഷ് എന്തുകൊണ്ടാണ് അനുവിനെ ഇഷ്ടം ആണെന്ന് പറഞ്ഞത്, അവിടെ കുളമാക്കാൻ വേണ്ടിയിട്ടാണ്. അനുവിനെ വെറുപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ വെറുപ്പിക്കണം, അനുമോൾക്ക് വോട്ട് കിട്ടരുത്, അതിനു വേണ്ടി അനീഷ് കളിച്ച കളിയാണ്. അയാൾക്ക് മനസ്സിൽ അത്ര ആഗ്രഹം ഉള്ളത് കൊണ്ടൊന്നും അല്ല അനീഷ് അങ്ങനെ പറഞ്ഞത്. എങ്കിൽ അതിന് ശേഷം മറ്റേ വാഴകളെല്ലാം കൂടെ കയറി അനുവിനെ ഉപദ്രവിക്കുന്ന സമയത്ത് ഈ അനീഷ് ഒരു വാക്കെങ്കിലും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അനുമോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്. ബിഗ് ബോസിനെ എപ്പോഴെങ്കിലും ശപിച്ചിട്ടുണ്ടോ? എനിക്ക് വേറെ പണിയൊന്നുമില്ല അങ്ങനെ പറഞ്ഞു. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരും ചൊറിയും കുത്തി ഇരിക്കുന്ന ആളുകളാണ്. എനിക്ക് ഒന്നുമല്ലതേ രോമമില്ല കേട്ടോ. ഇനി വരുന്ന സീസണിൽ എൻ്റെ അവസ്ഥ ആർക്കും ഉണ്ടാവാൻ പാടില്ല. ചേച്ചി അത്രയും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ചേച്ചിക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്, അതാണ് പെട്ടെന്ന് സങ്കടം. പാവ അനുമോള് അത്രയ്ക്ക് അനുഭവിച്ചു ബിഗ് ബോസിനകത്ത്, അതുകൊണ്ടാണ് അനുമോൾക്ക് അത്രയും സങ്കടം വന്നതും. അത് മാത്രമല്ല അനുമോള് ഒരുപാട് കഷ്ടതയിലൂടെ വന്ന കുട്ടിയാണ്. കുഞ്ഞുനാളിലെ മുതൽ അനുമോള് ഇതുപോലെയുള്ള സ്റ്റാർ മാജിക്കും അതുപോലെ ഓരോ TV ഷോ ആയിരുന്നാലും ഏതൊരു ഇതിനായിരുന്നാലും ഇനാഗ്രേഷനായിരുന്നാലും ഇങ്ങനെ ഓടി നടന്ന് അനുമോള് ഒരുപാട് കഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെയാണ് ആ കുടുംബം കൊണ്ടുപോയത്. അപ്പോൾ അനു ആണ് ആ വീട്ടിലെ ആ ഒരു കുടുംബം കൊണ്ടുപോകുന്നത് തന്നെ അനുമോളായിരുന്നു. 5 പൈസ പോലും പാഴിക്കളയാതെയാണ് ആ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതും ആ ഒരു നിലയിലെത്തിയതും. അത് അനുമോൾ പറയുന്നുണ്ട്, ഞാൻ ഇപ്പം സ്വർണം വാങ്ങിച്ചു, പിന്നെ അതുപോലെ പുരയിടം, ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് തന്നെ പുരയിടം വാങ്ങിച്ചു, 25 സെൻറ്റ് പുരയിടം വാങ്ങിച്ച കാര്യം പറയുന്നുണ്ട്. അതുപോലെ ചേച്ചിയുടെ വീടിൻ്റെ ലോൺ ഉണ്ടായിരുന്നു, അത് ബിഗ് ബോസിൽ വെച്ച് പറയുന്നുണ്ടായിരുന്നു ലോൺ ഉണ്ടെന്ന്. ചേച്ചിക്ക് വീട് വെച്ച് കൊടുത്ത നമ്മളെല്ലാവരും കൂടെയാണ്, അത് 30 ലക്ഷത്തോളം ഉണ്ടായിരുന്നു ലോണ്. അങ്ങനെ ആ ലോണും കൂടെയൊക്കെ അടച്ചു തീർക്കേണ്ട അവസ്ഥ വന്നു. അതുപോലെ അച്ഛന് സുഖമില്ല, അതുപോലെ ഇപ്പം അവർക്ക് കുഴപ്പമില്ല, അത്യാവശ്യം ജീവിക്കാനുണ്ട്, ഇനി വേണമെങ്കിൽ കല്യാണം കഴിക്കുന്ന കാര്യം എല്ലാ അനുമോള് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കഷ്ടതയിലൂടെ വന്ന ഒരു പെൺകുട്ടിയാണ് ഇന്നിപ്പോൾ ഈ നിലയിലെത്തണ. അവർ ഇപ്പം കുഴപ്പമില്ല, ഇനി കല്യാണം കഴിച്ചാലും അവർക്ക് അനുവിന് സുഖമായിട്ട് ജീവിക്കാനുള്ള ഇതുണ്ട്, സെറ്റിലായി. എന്തായാലും അക്ബറൊക്കെ അനാവശ്യ വാക്കുകളൊക്കെ പറയുക, ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അക്ബർ എന്തെല്ലാം വേലകളാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ ആ പെൺകുട്ടി ഇരുന്ന് കരയാണ് ചെയ്തത്, അതിൻ്റെ ഗെയിം കളിക്കണ ആ സമയത്തൊക്കെ. അതുപോലെ ആര്യൻ, എല്ലാവരും ഒരുപാട് കഷ്ടപ്പെടുത്തി. ബിൻസി, പിന്നെ ശൈത്യ, അയ്യോ പറയാതിരിക്കാൻ പറ്റില്ല, പിന്നെ നമ്മളെ കരച്ചട്ടി ശാരികയൊക്കെ എന്തൊക്കെയോ പറയുന്നു. ഒത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്ന ആ മസ്താനിക്ക് ഉണ്ടായിരുന്ന ആ വേദലക്ഷ്മിക്ക് പറയാതിരിക്കാൻ വയ്യ. വേദലക്ഷ്മി കാരണമാണ് അനുമോൾ അവിടെ ലാസ്റ്റ് പിടിച്ച് നിന്നതെന്നുള്ളത്
സമ്മതിച്ചു തരണം. ഈ ആതിരേ നൂറയൊക്കെ വിചാരിച്ചിരുന്ന എന്തോന്നാണ് അനുമോള് വേറെ അനുമോളെ സ്വഭാവം അല്ലെങ്കിൽ അനുമോൾ അവിടെ അഭിനയിക്കണേ എന്നാണ് വിചാരിച്ചത്. അനുമോൾ അഭിനയിച്ചതല്ല. അനുമോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്, അവിടെ അങ്ങനെയാണ്. സ്റ്റാർ മാജിക് കണ്ടാൽ അറിയാം. അതിലെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനകത്തും അനുമോൾ കാണിച്ചത്. പിന്നെ അനുമോൾ പറയുന്നുണ്ട് അനുമോൾക്ക് വേണ്ടിയിട്ട് ഓടി നടന്ന അനുമോളെ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു, അപ്പോൾ അത് അബോർഷനായി പോയ കാര്യമൊക്കെ പറയുന്ന അനുമോൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഈ വോട്ട് പിടിക്കാനായിട്ട്. ആയാലും ബിഗ് ബോസിൽ പോകുന്ന ഓരോരുത്തരും അനുമോൾ പറയുന്നുണ്ട് അനുഭവിച്ച് ചീട്ടും വാങ്ങിച്ച് തിരിച്ച് വരുള്ളൂ. പക്ഷേ ഇതൊത്തിരി വല്ലാത്ത അനുഭവമായിപ്പോയി. ഞാൻ ഇതിന് മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്, എങ്കിലും ഇതാണ് അനുമോളെന്നിട്ട് കഷ്ടപ്പെടുത്തിയത്. അതെന്തുകൊണ്ടാണ് അനുമോളായിട്ട് കഷ്ടപ്പെടുത്തിയത്? അനുമോളെ സ്വഭാവം ഇവർക്കറിയാം. അനുമോൾ പെട്ടെന്ന് കരയും, എന്ത് പറഞ്ഞാലും കരയുന്ന ഒരു സ്വഭാവമുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ ആര്യനും ജിസയിലും തമ്മിലുള്ള രംഗങ്ങളുണ്ടായിരുന്നു, രണ്ടുപേരും കൂടി അതിനകത്ത് കാണിക്കണം. അത് കണ്ടുപിടിച്ചത് അനുമോളാണ്. അപ്പോൾ അതിന് ഒരുപാട് അനുഭവം അവിടെ ഉണ്ടായി. അതുപോലെ റെന ഫാത്തിമ എന്തെല്ലാം വിളിച്ച പട്ടി ഒരുപാട് എന്തെല്ലാം വിളിച്ച് പാവം. അതിന് പാചകം പോലും ചെയ്യാൻ അറിഞ്ഞൂടാത്ത അനുമോളായിരുന്നു. ആ അനുമോള് അവിടെ ചെന്ന് പാചകം ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് ബിഗ് ബോസ് ഹൗസിനകത്തു നിന്ന് ഇറങ്ങിയിട്ട് ഓരോരുത്തർ ഇൻ്റർവ്യൂ എടുക്കുന്നു. അനുവിന് പാചകം ചെയ്യാൻ അറിയാം, അവിടെ കള്ളത്തരമാണ് പറഞ്ഞെന്ന്. ആരും അറിയാമെന്നുള്ള ജോലി അറിഞ്ഞുകൊണ്ടല്ല ചെയ്യണത്. അവർക്ക് അറിഞ്ഞൂടായിരുന്നാലും അത് ചെയ്തു നോക്കും. അത് എങ്ങനെയെങ്കിലുമൊക്കെ വിജയിക്കും, എന്തെങ്കിലുമൊക്കെ അങ്ങ് ആവും, അത്രേ ഉള്ളൂ. ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഓരോന്നും വന്നിരുന്ന് ഇൻ്റർവ്യൂ എടുത്തത് എന്തെല്ലാമായിരുന്നു. രണ്ടാമത് ആ ശൈത്യയൊക്കെ കയറി എന്തെല്ലാണ് കാണിച്ചു കൂട്ടിയത്, എല്ലാം കണക്ക് തന്നെയായിരുന്നു. ഇതൊരു പാഠം തന്നെയാണ്. അനു എന്തായാലും പഠിച്ച ഒരു പാഠമാണ് ഈ ബിഗ് ബോസ് ഹൗസ്. അനു തന്നെ ആയിരിക്കണമായിരുന്നു വിന്നറും. അനു തന്നെ അർഹതപ്പെട്ട ആളിൻ്റെ കയ്യിൽ തന്നെ ആ കപ്പ് കിട്ടുകയും ചെയ്ത് ലക്ഷങ്ങളും കിട്ടി. അതിലൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ്. അനുമോക്ക് ലക്ഷങ്ങൾ കിട്ടിയതിനും കപ്പ് കിട്ടിയതിനും എല്ലാത്തിനും അനുവിന് തന്നെയാണ് കിട്ടാനുള്ളത്. പിന്നെ അതിനുശേഷം PR-ൻ്റെ കാര്യവും പറഞ്ഞ് അവിടെ അടിയുണ്ടാക്കി. ആ ഒരു ആളിൻ്റെ കാര്യം പറഞ്ഞ് എല്ലാം കൂടെ കിടന്ന് കൂട്ടത്തോടെ അടിയുണ്ടാക്കി. എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. ഈ അനീഷിന് വൻപിച്ച PR ആയിരുന്നു. എന്നിട്ട് അനീഷ് എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്ന് കിടന്ന് ഓരോ ആ മീഡിയയുടെ മുന്നിലൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്നത്. PR കൊണ്ടാണ് അനുമോള് വിജയിച്ചത്, അനീഷിന് അസൂയ കൊണ്ടാണ് അനീഷ് പറഞ്ഞുകൊണ്ട് കിടന്നത്. എന്തായാലും നമ്മുടെ അനുമോക്ക് തന്നെ കപ്പ് കിട്ടി. ലക്ഷ്മി നക്ഷത്രയും അനുമോളും ഒരു കുഴപ്പമില്ല, അവർ നല്ല സൗഹൃദത്തിലായി അങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു സന്തോഷമാണ്. മുമ്പ് ഞാൻ അനുമോള യൂട്യൂബ് ചാനലിലൂടെ ലക്ഷ്മി നക്ഷത്രേരി അനുമോളെ ഒരു വീഡിയോ കാണാനിടയായി. അവർ അനുമോള വീട്ടിലോട്ട് ലക്ഷ്മി നക്ഷത്ര വരണത് ഒക്കെ കണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അല്ലെങ്കിൽ തന്നെ അവർ സ്റ്റാർ മാജിക്കിൽ അത്രയ്ക്ക് അടിച്ചും പിടിച്ചും നടന്ന വ്യക്തികളാണ്. അവരെ അങ്ങ് പിണങ്ങുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അവർക്ക് ഒരു പിണക്കവും ഇല്ല. ഒരു അനുജത്തിയെ പോലെയാണ് അനുമോളെ കൊണ്ട് നടക്കുന്നത്. അപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ, എന്നും അങ്ങനെ ആയിരിക്കട്ടെ.